ഹായ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് രാത്രി 11 മണിക്ക് ശേഷമുള്ള പവർ കട്ടും അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കറണ്ട് കട്ടും. ഭയങ്കര പ്രശ്നമാണല്ലേ. പ്രായമുള്ള ആളുകൾ, ചെറിയ കുട്ടികൾ, പകൽ ജോലിക്ക് പോകുന്ന ആളുകൾ രാത്രി ഒന്ന് ഉറങ്ങാമെന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്നില്ല. ഉറക്കം വല്ലാണ്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ പീക്ക് ലോഡാണ്. അതായത് ബാക്ക് ദെൻ 6 to 10 പവർ കട്ട് ഉണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് നൗ. 11 മണിക്ക് ശേഷമാണ്. അതായത് ഈ സമയത്താണ് നമ്മളിൽ ഭൂരിപക്ഷ ആളുകളും AC, ഫാൻ, ലൈറ്റ്, മറ്റുള്ള അപ്ലയൻസസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി പവർ കൂട്ടുകയും ചെയ്യും, ബട്ട് സപ്ലൈക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ സിസ്റ്റം ഓവർലോഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പവർ കട്ടും ലോഡ് ഷെഡിങ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ 90% എബവ് വീടുകളിലും എയർ കണ്ടീഷൻ ഉണ്ട് അല്ലേ. ഈവൻ ഞാൻ അടക്കം അതിനെ 18 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കിടക്കാറ്. എന്നാൽ നമുക്കതിനെ ഇന്ന് മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ആവശ്യമില്ലാത്ത ലൈറ്റ്സും ഡിവൈസൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. ചിലപ്പോൾ നമ്മൾ ഈ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലോ എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് AC നമ്മൾ 26 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ പവർ കൺസപ്ഷൻ കുറയുകയും ചെയ്യും, ഗ്രിഡിൽ വരുന്ന ലോഡ് കുറയ്ക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലംസിന് നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാം. ഇന്ന് മുതലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലാതെ നമ്മൾ KSEB പോയിരുന്നിട്ടോ അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ ഒരു സൊല്യൂഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഫ്രണ്ട്സ്, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ഗവൺമെൻറ് പ്രോബ്ലം. ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. If we use electricity wisely, we can reduce power cuts and make life easier for everyone. Let's be responsible users and save electricity for a better tomorrow. Thank you.